ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വെൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേഷ്യൽ ഹെയർസിനെ പറ്റിയിട്ടായിരുന്നു. അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് വീണ്ടും തിക്നെസ്സിൽ വളർന്നു വരുമോ, അത് ഒരുപാട് വളരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഞാനതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഷേവിംഗ് ആണ്. ഞാൻ ഏത് റേസറാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷേവ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു പാക്കറ്റ് കഴിഞ്ഞു. ഇപ്പോൾ പുതിയൊരു പാക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു ഇത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ടൊന്ന് ചെയ്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എടുത്ത പല സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോയും ഞാൻ ചെയ്തിട്ടുള്ള, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനൊരു ഇൻട്രഡക്ഷൻ പറയാം. ഈ റേസർ ഒരു സമയത്ത് നമ്മുടെ ഇൻഫ്ലുവൻസസ് ഒക്കെ എന്താ പറയുക, ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം അടിപൊളി റിസൾട്ടാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേറെ ഒന്നല്ല, നമ്മുടെ കാമസിയുടെ ഫേഷ്യൽ റേസറാണ് കേട്ടോ. സംഭവം ഇതിൻ്റെ റേറ്റ് വരുന്നത് 3 249 ആണ്. ഏകദേശം ഒരു 85 റുപ്പീസാണ് 1 പീസിന് വരുന്നത്. നമുക്കിത് റീയൂസബിൾ ആണ് കേട്ടോ. ഒരു തവണയല്ല, 2-3 തവണ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് വർത്തായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് വരുന്നത് 3 കേട്ടോ. 249 രൂപയ്ക്ക് 3 വരുന്നത്. ഇത് വരുന്നത് നമ്മളൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വേണം ഇത് ഷേവ് ചെയ്തെടുക്കാനായിട്ട്. 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് 3 കേട്ടോ വരുന്നത്. ഇതിൽ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു, ഇപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ട്. ഇതേ സംഭവം നല്ല, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളുടെ ഫേസ് നിങ്ങൾ നന്നായിട്ട് ക്ലെൻസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം കുറച്ച് അലോവേറ ജെൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേവിങ് ലോഷൻ അപ്ലൈ ചെയ്യുക. ഞാൻ അലോവേറ ജെല്ലാണ് കേട്ടോ അപ്ലൈ ചെയ്യാറുള്ളത്. അലോവേറ ജെല്ല് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മുടെ ഈ റേസർ ഉപയോഗിച്ച് നിങ്ങൾ ഷേവ് ചെയ്ത് വിട്ടാൽ മതി. നിങ്ങളുടെ ഹെയർ ഒക്കെ റിമൂവ് ആയി പോകും. അത് മാത്രമല്ല, ആ ഒരു സൈഡിലെ ഹെയർ പോകുമ്പോൾ തന്നെ ഒരു ഗ്ലോ വരും കേട്ടോ. കാരണം അത്രയും നമ്മൾ ബ്ലാക്ക് കളറിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡള്ളായിട്ടിരിക്കും നമ്മുടെ ഫേസ്. പക്ഷേ ഇത് റിമൂവ് ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹെയറിൽ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് തോന്നും. സംഭവം അടിപൊളിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ, ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. സംഭവം അടിപൊളിയാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ആ പിമ്പിൾസ് ഒന്ന് കുറഞ്ഞു നിന്ന സമയത്താണ് ഞാനിത് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇത് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊരു ഇച്ചിങ് ഉണ്ടായിട്ടില്ല, ഒരു അലർജി ഉണ്ടാവുകയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ എനിക്ക് അത്ര ഇഷ്ടം. ഇതിന് മുന്നേ ഞാൻ വേറെ റേസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്ത സമയത്ത് കുറച്ച് വില കുറഞ്ഞത് വാങ്ങിക്കാനായിരിക്കുമല്ലോ ടെൻഡൻസി കൂടുതൽ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് അല്ല. അപ്പോൾ അതിൽ ഇച്ചിങ്ങൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പ്രോഡക്റ്റ് അത്ര മോശമായിട്ടാണ്. അത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ലോക്കൽ മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇത് വരുന്ന സെക്കൻഡ് പാക്കറ്റാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വെച്ചിട്ട്. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ അടുത്ത വഴി കരോള് പോകുന്നുണ്ട് ക്രിസ്മസിൻ്റെ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.